ഇന്നത്തെ റിഡിലേക്ക് കടങ്കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേരി എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ 3 കൂട്ടുകാരുമായി ചേർന്ന് അവളുടെ വീട്ടിൽ വെച്ച് ഒരു പാർട്ടി നടത്താൻ തീരുമാനിച്ചു. സുഹൃത്തുക്കളെയൊക്കെ ക്ഷണിച്ചു. സുഹൃത്തുക്കളൊക്കെ അവളുടെ വീട്ടിലേക്ക് വന്നു. എന്നാൽ അന്ന് രാത്രി വൈകുന്നേരം മുതൽ തന്നെ അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാവുകയും രാത്രി ആയതോടുകൂടി ഇലക്ട്രിക് പോസ്റ്റുകളുടെ പുറത്തേക്ക് മരങ്ങൾ വീണ് കറണ്ട് പോവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവരുടെ പാർട്ടി കുളമായി എന്നുള്ളതാണ് സത്യം. രാവിലെ എല്ലാവരും മടങ്ങിപ്പോകണം എന്ന് ആഗ്രഹിച്ചെങ്കിലും അവർക്ക് പോകാനുള്ള വാഹന സൗകര്യങ്ങളും റോഡിന്റെ പ്രതിസന്ധികളും കാരണം ആർക്കും പോകാൻ കഴിയാതെ അവരവിടെ തന്നെ തങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുറെ നേരത്തിനു ശേഷം മേരി അവളുടെ മുറി പരിശോധിച്ചപ്പോൾ അവളുടെ മുത്തശ്ശി അവൾക്ക് സമ്മാനിച്ച വളരെ ആന്റിക് വാല്യൂ ഉള്ള ഒരു മോതിരം മോഷണം പോയതായിട്ട് മനസ്സിലാക്കി. അവൾ 3 സുഹൃത്തുക്കളിൽ ആരെങ്കിലും തന്നെ ഇത് എടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയും അവരെ വിളിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്, നിങ്ങൾ ഇന്നലെ രാത്രി എന്ത് ചെയ്യുകയായിരുന്നു എന്ന് എന്നോട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ സുഹൃത്ത് ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞു, കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വേറൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ കാൻഡിൽ ലൈറ്റിന്റെ സഹായത്താൽ പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. രണ്ടാമതൊരു ആൺകുട്ടിയാണ്. അവനോട് ചോദിച്ചു, നീ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഇലക്ട്രിക്കൽ ഗിറ്റാർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. മൂന്നാമത്തത് ഒരു പെൺകുട്ടിയാണ്. അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇലക്ട്രിക്കൽ ഗിറ്റാറിന്റെ നോട്ടുകൾ തയ്യാറാക്കി അവനോടൊപ്പം ഇരുന്ന് പ്രാക്ടീസിൽ സഹായിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മേരിക്ക് മനസ്സിലായി ആരാണ് ഈ മോതിരം കട്ടത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉത്തരം എഴുതുക, ഇല്ലെങ്കിലും മനസ്സിലായി കഴിഞ്ഞവർക്കും വേണ്ടിയിട്ട് ഉത്തരം പറയുകയാണ്. ഈ രണ്ടാമത്തെ ആൺകുട്ടിയും 3ാമത്തെ പെൺകുട്ടിയും ചേർന്നാണ് ഈ മോതിരം അടിച്ചു മാറ്റിയത്. എങ്ങനെയാണ് മേരിക്ക് മനസ്സിലാക്കിയതെന്ന് ചോദിച്ചാൽ, രാത്രി തൊട്ടേ കറണ്ട് ഇല്ലാത്ത വീട്ടിൽ ഇവരെങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഗിറ്റാർ പ്രാക്ടീസ് ചെയ്യുന്നത്? കറണ്ട് ഉണ്ടെങ്കിലല്ലേ ഈ ഗിറ്റാർ കണക്ട് ചെയ്ത് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരൊറ്റ മറുപടിയിൽ നിന്നാണ് മേരി പ്രതികളെ പിടികൂടിയത്.